ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗൃഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതി അഷ്ടദശാധ്യായനി അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഒന്നില്ല, കുഞ്ഞമ്മയാന്ന് വന്നേക്കുന്നേ. അതെ അതെ. ഓ, ശരി ശരി. ആ, ഇത് നമ്മൾ ഇന്ന് 46-ാമത്തെ ഇട്ടിരുന്നേ. 46-ാമത്തെ പഠിക്കണ്ടേ, പക്ഷേ നമ്മളിപ്പോ കുറച്ച് ഗ്യാപ്പായില്ലയോ. അതുകൊണ്ട് നമ്മൾ എന്തുവാ പഠിച്ചെന്നുള്ള ഒരു ബേസിക് കൂടെ ഒന്ന് പറഞ്ഞാൽ എന്താ. നമ്മൾ ഇതുവരെ ഈ ഇതിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ. നമ്മൾ ഈ ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. അതെന്തുവാന്നുള്ളത്. ആരാണ് ഞാൻ, ഞാൻ ആരാണെന്നുള്ള ഒരു ഘടന അറിയാവോ? ഗീജിക്ക് പറയാവോ? അല്ല, നമ്മൾ ഞാ- ഒന്ന് ഓർത്ത് നോക്കി. ഞാനെന്നുള്ള ഭാവമായിരുന്നല്ലയോ ഈ ഭഗവാന്റെ മുമ്പില് നമ്മള് അല്ല, അതില് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാനെന്നോ ഞാൻ ആരാണെന്നൊരു ആ, ഒരു ഒരു ഘടകം പറഞ്ഞ ഒരു ഘടന പറഞ്ഞില്ലായിരുന്നോ? ഉം. പഞ്ചഭൂതങ്ങളിൽ നിന്ന് പിന്നെ ശരീരം ജനിച്ച് പഞ്ചഭൂതത്തിലേക്ക് പോകും പോകുന്ന ഒരവസ്ഥ അതാണ് നമ്മളെന്ന് പറയുന്നത്. അത് ഗീജിച്ച് എഴുതി വെച്ചിരിക്കുന്ന നോക്കി പറയുക. അല്ലാതെ ഞാൻ ചോദിക്കില്ല, ഗീജ് മനസ്സിലെ ഇപ്പൊ നമ്മൾ ആരാ, ഉം. ഓരോരുത്തരും ആരാ. ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞതാ. ആ. ലത കുഞ്ഞമ്മയ്ക്ക് പറയാവോ? ഞാൻ അഹങ്കാരമല്ലേ. ഞാൻ സ്ഥൂല ശരീരം വേണം, അന്ധക്കരണം വേണം ഞാനെന്ന വ്യക്തിക്ക്. ശരീരം നിലനിൽക്കുന്നത് കാണാൻ പറ്റാത്ത അന്ധക്കരണം ഉള്ളത് കൊണ്ട് അല്ലേ. എഴുതിയത് വായിക്കുവോ അല്ലയോ? എല്ലാരും എഴുതി വെച്ചേക്കുന്ന വായിക്കുക. ജോസ് കേറടി, ലിങ്കി കേറ. ശരി ശരി, ഓക്കെ. മഞ്ജുവിന് പറയാവോ ഞാൻ ആരാ? ഞാനേ ഓട്ടോയില് ഞാൻ ആരാന്നല്ല ചോദിച്ചത്, ഓട്ടോയിലിരിക്കുക. ഓരോരുത്തരും ആരാ. ഓർത്തോ ഓട്ടോ ഇല്ലയോ? ഓട്ടോയിലിരിക്കുക. റൂമിൽ വന്നില്ലയോ? ഇല്ല. ഇല്ലില്ല, ഞാനിത് ഓൺ ചെയ്തതേ ഉള്ളൂ കേൾക്കാൻ വേണ്ടി. ശരി ഭൂമി ശരി ശരി. വന്നില്ല. അപ്പൊ നമ്മള് കാര്യമില്ല, ഓരോ ശ്ലോകവും അപ്പൊ അതിൽ പറഞ്ഞേ നമ്മൾ ഈ ഗീത ഒന്നും ഫുള്ളായിട്ട് പഠിക്കേണ്ട കാര്യമില്ല ആക്ച്വലായിട്ട്. നമ്മൾ ഈ അറിഞ്ഞ കാര്യത്തിനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് ഇരുന്നാൽ തന്നെ നമുക്ക് ആ സ്വസ്ഥത കിട്ടും. ഞാൻ ആരാണെന്നും ഈ ദൈവം ആരാണെന്നും ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്തുവാണെന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഗീത ഫുള്ളായിട്ടൊന്നും പഠിക്കണ്ട. വേണ്ടേ? ഞാന് ശ്രീകാര്യത്ത് ഒരു സ്വാമിജിയുടെ പ്രഭാഷണത്തിന് പോകും, ഞാനും മഞ്ജുവൊക്കെ. ശ്രീകാര്യത്ത് ഒരു ദുർഗാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ് പുള്ളിക്ക് ഒരു 70-75 വയസ്സുണ്ട്. പുള്ളി ഒരു 50-60 വർഷമായിട്ട് പുള്ളി എന്തെല്ലാം ബുക്കുകളാണെന്നറിയോ വായിച്ചേക്കുന്നേ. അത് സ്വാധ്യായം എന്ന് പറയും. അപ്പം ഈ ബുക്കുകളെല്ലാം വായിച്ചിട്ടാണ് പുള്ളിക്ക് അത് മനസ്സിലായി. അപ്പം
പുള്ളി പറയുക, ആ സ്വാമിജി പറയുകയാണ്, നമ്മൾ ഈ ബുക്കുകളൊക്കെ വായിച്ചു കൂട്ടേണ്ട കാര്യമില്ല. അയ്യോ ഇതൊക്കെ പഠിച്ചു, അയ്യോ ഗീത പഠിക്കണം, എനിക്ക് പഠിച്ചാലല്ലേ നമ്മൾ ഈ കാര്യത്തിനെ ഞാൻ ആ ബേസിക്കായിട്ട് പറഞ്ഞതിനെ കാര്യത്തിനെ ഉൾക്കൊണ്ട് അതിലോട്ട് എൻ്റെ മനസ്സ് ഉറച്ചാൽ നമ്മൾ ഗീത ഒത്തിരി ബുക്കുകളൊന്നും വായിക്കണ്ട. പിന്നെ ഈ നമ്മൾ ഈ ബേസിക്സുമായിട്ട് പറഞ്ഞ കാര്യത്തിനെ ഉറപ്പിക്കാനാണ് ഗീത. ഈ സാങ്ഖ്യയോഗത്തിലുണ്ട് എല്ലാം. ഈ ഗീതയുടെ ഒരു സമ്മറിയാണ് സാങ്ഖ്യയോഗം. ഈ സാങ്ഖ്യയോഗം പഠിച്ച എല്ലാ, പിന്നെ ബാക്കിയെല്ലാം എക്സ്പ്ലനേഷനാണ്. കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞതിനെ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയുക. അപ്പം നമ്മൾ ഈ പറഞ്ഞ, ഞാൻ എത്രയോ ക്ലാസ് നമ്മൾ ബേസിക്സ് പറഞ്ഞു. ഈ ഞാനെന്നുള്ള വ്യക്തിക്ക്, ഞാനെന്ന് പറയുന്നത് പേരല്ല, പേരും നാളും അഡ്രസ്സും നമ്മുടെ ആ ഡേറ്റ അല്ല. ഞാൻ ആരെന്ന് ചോദിച്ചാൽ നമ്മളത് ആരാണ്? ഞാനെന്ന് പറയുന്ന ഒരു ജീവാത്മാവാ. ഞാൻ ശരീരമല്ലോ മനസ്സുമല്ല. ഞാനെന്ന വ്യക്തി ശരീരമല്ല മനസ്സുമല്ല. എന്തുകൊണ്ടാണ് ശരീരമല്ല മനസ്സുമല്ല എന്ന് പറയുന്നത്? എന്താ ശശി? കേട്ടില്ല. ഇവിടെ ശരീരം എന്ന് പറയുന്ന ഒരു സ്ഥൂലമായതും മനസ്സെന്ന് പറയുന്ന ഒരു സൂക്ഷ്മമായതെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതെ. ഇപ്പം ഞാൻ വെച്ചാല് എൻ്റെ ഫോണ്, എൻ്റെ കണ്ണാടി, എൻ്റെ ബുക്ക്, ഈ ഗീത എന്ന് പറയുന്ന പോലെ എൻ്റെ ശരീരം, ഈ എൻ്റെ ഫോൺ എന്ന് പറയുമ്പോൾ ഫോൺ ഞാനാകുന്നില്ലല്ലോ. എൻ്റെ കണ്ണാടി, ഈ കണ്ണാടി ഞാനല്ലല്ലോ. എൻ്റെ ഗീതാ ബുക്കാണിത്. ഈ ബുക്ക് ഞാനാണോ? അല്ല. എന്ന് പറയുന്ന പോലെ എൻ്റെ ശരീരം ഞാനല്ല. എൻ്റെ മനസ്സ് പറയുന്നു, എൻ്റെ മനസ്സാ. ആ മനസ്സ് ഞാനല്ല. പിന്നെ ആരാ ഈ ഞാൻ? ഈ പരമാത്മാവിനെ ആ ഞാൻ പരമാത്മാവ്, പരമാത്മാവും നമ്മളെ ആ അതിന്റെ ഇതോട് ചേർന്ന ജീവാത്മാവും, പരമാത്മാവും ജീവാത്മാവോട് നമ്മുടെ എന്തുവാ ഈ പറയുന്നേ, അന്നങ്ങനെയാ പറഞ്ഞത്. പിന്നെ പരമാത്മാവും ജീവാത്മാവും നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ട്. ആ ഞാൻ പറഞ്ഞ മാത്രമല്ല, എല്ലാവർക്കും അറിയാം പരമാത്മാവും ജീവാത്മാവും, ഇല്ലയോ? നമ്മൾ ഈ ഗീത പഠിക്കാതെ എല്ലാവരും പറയും ശരീരം എന്നൊരു വ്യക്തി പരമാത്മാവ്. ഒരാളില്ല. നമ്മുടെ പരമാത്മാവും നമ്മുടെ ഓരോ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളും എല്ലാം ചേർന്ന് അങ്ങനെ ഒരു വെച്ച് ഉള്ളതാ ജീവാത്മാവ്. അതെ, അതിന് ഞാനൊരു ഘടന പറഞ്ഞായിരുന്നു. ജീവാത്മാവിന്റെ ഒരു ഘടന, സ്ട്രക്ചർ മൂന്ന് ലെയറാണ്. 3 ലെയർ ചേരുന്നതാണ് ജീവാത്മാവായ ഞാൻ. മൊത്തം ആകുന്നില്ല, പക്ഷേ ഭൗതികമായിട്ട് 3 ഘടനയുണ്ട്, 3 ലെയർ. വാസന ചേർന്നുള്ളത്. വാസന അല്ല. അല്ല. ഒന്ന് അത് പറഞ്ഞില്ല അന്ന്. ഒന്ന് സ്ഥൂല ശരീരം, ഒന്ന് സ്ഥൂല ശരീരം, ഇല്ലയോ? ഓർക്കുന്നുണ്ടോ? രണ്ടാമത്തെ സൂക്ഷ്മ ശരീരം, മൂന്നാമത്തത് കാരണ ശരീരം. ഞാനെന്ന വ്യക്തിക്ക്, ഞാനെന്ന ജീവാത്മാവിന് 3 ഘടകങ്ങളുണ്ട്. കാണപ്പെടുന്ന ഈ വ്യക്തമായിട്ട് കാണപ്പെടുന്ന ഈ സ്ഥൂല ശരീരം പഞ്ചഭൂത നിർമ്മിതമായത്. എന്നിട്ട് സൂക്ഷ്മ ശരീരം, ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? നമ്മൾ മനസ്സെന്ന് പറയത്തില്ലേ, മനസ്സ്, ചിന്തകളാ. ചിന്തകൾ തന്നെ 4 ടൈപ്പ് ചിന്തകളുണ്ട്. വികാര ചിന്തകള്, വിചാര ചിന്തകള്, ഓർമ്മ ചിന്തകള്, ഞാനെന്ന ഭാവചിന്തകള്. ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മലയാളത്തിൽ മനസ്സെന്ന് പറയുന്നു. ഇതിൽ ശാസ്ത്രത്തിൽ പറയുന്ന അന്ധക്കരണം എന്നാണ്. അതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അന്ധകരണം ആണ് സൂക്ഷ്മ ശരീരം. അന്ധകരണം, അന്ധ മീൻസ് ഉള്ളിൽ, കരണം ഉപകരണം. ഈ ജീവാത്മാവിന്റെ ഒരു ഉപകരണമായി മനസ്സെന്ന് പറയുന്ന അന്ധകരണം. അതുപോലെ സ്ഥൂല ശരീരം, ഈ അന്ധകരണവും സ്ഥൂല ശരീരവും ജീവാത്മാവിന്റെ 2 ഉപകരണങ്ങളാണ്. എൻ്റെ ഫോണും കണ്ണാടിയും പോലെ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ദൂരെ ഇരിക്കുന്ന ആളോട് എനിക്ക് ഫോണില്ലാതെ ഇവിടുന്ന് ഉറക്കെ പറഞ്ഞാൽ അവർ കേൾക്കുമോ? ഫോൺ വേണം എന്ന് പറയുന്ന പോലെ എൻ്റെ 2 ഉപകരണങ്ങളാണ് കണ്ണാടിയും ഫോണും പോലെ
ഈ ജീവാത്മാവിന്റെ രണ്ട് ഉപകരണങ്ങളാണ് ഈ സ്ഥൂല ശരീരവും ഈ കാണപ്പെടുന്ന ശരീരവും ഈ സൂക്ഷ്മ ശരീരവും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 3 ശരീരങ്ങളുണ്ട്. ഒന്ന് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. അപ്പൊ ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ അന്ധക്കരണമാന്ന് പറഞ്ഞു. മനസ്സെന്ന് പറഞ്ഞാൽ എന്തുവാ? ചിന്തകളുടെ ഒരു ബണ്ടില, ഒരു കൂട്ടമാണ്. നമുക്ക് എന്തെല്ലാം തരം ചിന്തകളുണ്ട്. നമ്മുടെ ഏത് ചിന്തകളും ഈ 4 കാറ്റഗറിയിൽ വരും. ഒന്ന് എൻ്റെ വികാര ചിന്തകൾ, വിഷമം, ദേഷ്യം, എന്തോ അസൂയ, വാത്സല്യം, നമുക്ക് എന്തെല്ലാം, നിരാശ, ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ വികാരങ്ങളായതല്ല. വികാര രീതിയിലുള്ള ചിന്തകളുണ്ട് എനിക്ക്. പിന്നെ വിചാര ചിന്തകൾ എന്തുവാ? ഞാനൊരു കാര്യം ചെയ്യാൻ പോവുക, ഒരു കർമ്മം ചെയ്യാൻ പോവുക, ഒരു എവിടെയെങ്കിലും എങ്ങനെ പോകണം, എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ, നമ്മൾ എവിടെയെങ്കിലും കാശി പോകാൻ പോവുക, എവിടെ പോയിട്ട് വേണം പ്ലാൻ ചെയ്യും നമ്മൾ. അങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോകുന്നതാണോ അല്ല അങ്ങനെ പോകുന്നത്, നമ്മളൊരു അതിനെക്കുറിച്ചൊരു അനലിറ്റിക്കൽ എന്ന് പറയും, അതിനെക്കുറിച്ച് വിചാരം ചെയ്യും നമ്മൾ. അതെൻ്റെ വികാരമല്ല. അപ്പം വിചാരം ചെയ്യുക, വിചാരം ചെയ്യുന്ന ടൈപ്പിലുള്ള ചിന്തകൾ, അതിനെ ബുദ്ധി. മറ്റേത് വികാര ചിന്തകളെ പറയുന്നത്, വികാരം ചെന്തോ എനിക്ക് ദേഷ്യം, വിഷമം, സന്തോഷം, ഇതെല്ലാം എൻ്റെ വികാരങ്ങളാണ്. ദുഃഖം ഇല്ലയോ, വിഷമമൊക്കെ ദുഃഖത്തിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വികാര ചിന്തകൾ, അതിനെ മനസ്സെന്ന് പറയുന്നു. വികാര ചിന്തകളെ നമ്മൾ മനസ്സെന്ന് പറയുന്നു. വിചാര ചിന്തകളെ നമ്മൾ ബുദ്ധി എന്ന് പറയുന്നു. ഓർമ്മ ചിന്തകൾ, ഓർമ്മ, അത് എൻ്റെ സ്മരണ ചിന്തകൾ, അത് ചിത്തമാണ് നമ്മുടെ മെയിനായിട്ടുള്ളത്. ഈ നമ്മുടെ ഇത് ചിത്തമാണ്. പിന്നെന്തുവാ? വേറൊരു ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഞാനെന്ന ഭാവം. ഞാനാണ് ഇതെല്ലാം ചെയ്ത്, എൻ്റെ ബുദ്ധിയാണ്, ഞാൻ മിടുക്കനാണ്, എനിക്ക് അല്ലെങ്കിൽ കഴിവുണ്ട്, അല്ലെങ്കിൽ കഴിവില്ല, ഇങ്ങനെയൊക്കെയുള്ള ഞാനെന്ന ഭാവചിന്തകൾ, അഹങ്കാര ചിന്തകൾ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ചിന്തകളും നിങ്ങളൊന്ന് എടുത്ത് നോക്കി, ഈ 4 രീതിയിലേ ഉള്ളൂ. ഈ 4 രീതിയിലുള്ള ചിന്തകളേ ഉള്ളൂ നമുക്ക്. അപ്പം അത് സൂക്ഷ്മ ശരീരം. അപ്പം ഞാൻ ചോദിച്ചത്, നമുക്ക് സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. സ്ഥൂല ശരീരത്തിനകത്താണോ സൂക്ഷ്മ ശരീരം? സൂക്ഷ്മ ശരീരത്തിനകത്താണോ സ്ഥൂല ശരീരം? അല്ലെങ്കിൽ സാറിന് പോലെ ചോദിച്ചാൽ, എനിക്കൊരു ശരീരമുണ്ട്, മനസ്സുകൊണ്ട് നമുക്കറിയാം. ശരീരത്തിലാണോ മനസ്സിരിക്കുന്നേ, മനസ്സിലാണോ ശരീരം ഇരിക്കുന്നേ? ആർക്കെങ്കിലും പറയാമോ? മനസ്സിലല്ലേ ശരീരം? മനസ്സുണ്ടായ നമ്മുടെ ജീവാത്മാവ് ഉണ്ടായിട്ടേ ഉള്ളൂ ശരീരം. അതാ ജീവാത്മാവും ജീവാത്മാവിനെ കുറിച്ച് നമ്മൾ പറയുന്നേ ഇല്ല ഇപ്പൊ. പരമാത്മാവ് അല്ല, പരമാത്മാവിനെ കുറിച്ചും പറയുന്നില്ല. നമ്മളിപ്പോ ആദ്യമായിട്ട് പറയുക, ഈ എനിക്ക് ശരീരമുണ്ട്, മനസ്സുമുണ്ട്. ഏതിലിരിക്കുക? കുഞ്ഞമ്മയ്ക്ക് പറയാവോ? ശരീരത്തിൽ ആണല്ലോ മനസ്സെന്ന് പറഞ്ഞ ബുദ്ധിയല്ലേ? ശരീരത്തില് മനസ്സുള്ളൂ. ശരീരത്തിലാണ് മനസ്സ്. മനസ്സെന്ന് പറഞ്ഞ ബുദ്ധിയല്ലേ? മനസ്സെന്ന് പറഞ്ഞ ബുദ്ധിയാണോ? ബുദ്ധിയല്ലേ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പൊ മനസ്സ് ബുദ്ധിയാവോ? അതാവില്ലേ, അതാ ചോദിച്ചത്. ചോദിക്കണ്ടല്ലോ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. മനസ്സും ബുദ്ധി ഒന്നാണോ? മനസ്സുണ്ടെങ്കിലല്ലേ. മനസ്സെന്ന് പറഞ്ഞാൽ എന്തുവാ? മനസ്സെന്ന് പറഞ്ഞാൽ എന്തുവാ? മനസ്സെന്ന് പറഞ്ഞാല് ചിന്തകളുടെ ഒരു ഇതിനെ അല്ലയോ മനസ്സെന്ന് പറയുന്നേ? കൂട്ടം. ചിന്തകളുടെ ഒരു കൂട്ടത്തിനെ അല്ലയോ നമ്മൾ മലയാളത്തിൽ മനസ്സെന്ന് പറയുന്നു, സംസ്കൃതത്തിൽ അത് അന്ധകരണം എന്ന് പറയുന്നു. ആ ചിന്തകൾ 4 വിധം ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞിപ്പോ? മനസ്സ്, ബുദ്ധി, ചിത്തം, വികാരം, വിചാരം, ഓർമ്മ, അഹങ്കാരം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഈഗോ, ഞാനെന്ന ഭാവം. എമോഷൻസ് വെച്ചാൽ വികാരങ്ങള്.
ആരെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, ഇല്ലയോ? ദേഷ്യം, വിഷമം, സന്തോഷം, അസൂയ, വാത്സല്യം, കാരുണ്യം, ഇങ്ങനെയൊക്കെയുള്ള അയ്യോ എന്തെങ്കിലും കാണുമ്പോൾ അയ്യോ അയ്യോ കഷ്ടം, പാവം, നമുക്ക് ഓരോ വികാരങ്ങളുണ്ടാവും, ഇല്ലയോ? നമുക്ക് പെട്ടെന്ന് വികാരം ഉണ്ടാവത്തില്ലയോ? അതൊരു ടൈപ്പ് ചിന്തകളല്ലേ? അതിനെ പറയുന്നതാണ് മനസ്സെന്ന്. ചിന്തകളുടെ കൂട്ടം. എനിക്കുണ്ടാകുന്ന വികാരങ്ങൾ, അതിനെ പറയുന്നത് മനസ്സെന്ന്. ബുദ്ധി എന്തുവാ? വിചാരം. വിചാരം വേറെ, വികാരം വേറെ. വിചാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ചിന്തകൾ. ഇതെല്ലാം ചിന്തകളാ. ഞാൻ ഇതിനെ എങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കുന്നതിനെ, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന അനലിറ്റിക്കൽ തോട്ട്സ് എന്നാ. അത് മലയാളത്തിൽ എങ്ങനെ പറയാം അനലിറ്റിക്കൽ തോട്ട്സിനെ? നമ്മൾ തീരുമാനമെടുക്കുന്നത്, ഒരു തീരുമാനം പല ഘടകങ്ങളെ ഇങ്ങനെ തുലനം ചെയ്ത് നമ്മൾ ഒരു തീരുമാനം എടുക്കുക. തീരുമാനം എടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ലയോ? അപ്പോൾ എനിക്ക് ദേഷ്യമോ വിഷമോ ഒന്നുമല്ല, ഞാനിങ്ങനെ ചിന്തിക്കും അതിനെക്കുറിച്ച്. മറ്റേതെനിക്ക് ഒരാൾ വഴക്ക് പറയോ എന്നെ അല്ലെങ്കിൽ ഒരാൾ പുകഴ്ത്തുകയോ ഒക്കെ ചെല്ലുമ്പോൾ സന്തോഷവും ദേഷ്യവും ഒക്കെ വരും. അതുപോലല്ലല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ഞാനത് വിചാരം ചെയ്യും, അനലൈസ് ചെയ്യും. ഞാൻ വിചാരിച്ചു നോക്കട്ടെ, ഞാനൊന്ന് വികാരിച്ചു നോക്കട്ടെ എന്ന് പറയൂ. ഞാനൊന്ന് ഞാൻ വിചാരം ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയത് എന്നുവെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോൾ ഇതാ ശരിയെന്ന് തോന്നി. ഞാനൊന്ന് വികാരിച്ചപ്പോഴേ ഞാൻ ഒന്ന് വികാരം ചെയ്ത് നോക്കട്ടെ, എനിക്ക് എങ്ങനെ ചെയ്യണം, അങ്ങനെ നമ്മൾ പറയൂ? വികാരം എന്ന് പറയത്തില്ലല്ലോ, ഇല്ലയോ? അത് ബുദ്ധിയാ. പിന്നെ ഓർമ്മ, മറ്റേത് അഹങ്കാര ചിന്തകൾ. അപ്പം ഇതിനെ എല്ലാം ചേർത്ത് മലയാളത്തിൽ നമ്മൾ മനസ്സെന്നങ്ങ് പറയുന്നു. പക്ഷെ അന്ധകരണമാണ് മനസ്സ് എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ മനസ്സെന്ന് പറയുന്നെങ്കിലും മനസ്സൊരു പാർട്ടേ ആവുന്നുള്ളൂ. എമോഷണൽ മൈൻഡ്, ഇന്റലക്ട്, മനസ്സ്, എമോഷണൽ മൈൻഡ്, ഇന്റലക്ട്, മെമ്മറി, ഈഗോ. അതിനാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇത് സൂക്ഷ്മ ശരീരം. ഇപ്പം നമ്മൾ മലയാളത്തിൽ മനസ്സെന്ന് പറയുന്നു. ഇപ്പം നമുക്ക് അറിയാൻ പറ്റുന്ന രണ്ട് ഘടകങ്ങൾ എന്തുവാ? എനിക്ക് കാരണ ശരീരത്തിനെ അറിയത്തില്ല, ജീവാത്മാവിനെ അറിയത്തില്ല, പരമാത്മാവിനെ ഒന്നും എനിക്കിപ്പോൾ അറിയത്തില്ല. എനിക്ക് ശരീരമുണ്ട്, എനിക്ക് മനസ്സുമുണ്ട്. ഏതിലിരിക്കുന്നെന്ന് ഞാൻ ചോദിച്ചേ. ശരീരത്തിൽ മനസ്സിരിക്കുന്നോ, മനസ്സിൽ ശരീരമിരിക്കുന്നോ? ചന്ദ്രനിലേക്ക് പറയാവോ? എനിക്ക് തോന്നുന്നത് ഒരു ശരീരത്തിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ശരീരത്തിലാണ് മനസ്സിരിക്കുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ല, എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നേ? ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ ഒരു ശരീരം ഉണ്ടെങ്കിലല്ലേ ഇതിനെല്ലാം കേറാൻ പറ്റൂ. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മള് ബോധം കിട്ടി വീഴുക എന്ന് പറയത്തില്ലേ? ബോധം കിട്ടി അസുഖത്തിലേക്ക് നിൽക്കുമ്പോ ബോധം കെട്ട് വീഴും. ബോധം കെട്ട് വീഴുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ബോധം കെട്ട് വീഴുക അപ്പോഴത്തേക്കുള്ള ബുദ്ധി ഓർമ്മയെല്ലാം നഷ്ടപ്പെടും. എന്നുവെച്ചാല് നമ്മുടെ മനസ്സ് പോയി, ഇല്ലയോ? അതെ, ചിന്തകൾ പോയി. ഈ ചിന്തകൾ ബോധചിന്ത അല്ലയോ? അതെ, ബോധചിന്ത പോയി. നമ്മൾ ബോധം കെട്ട് വീണപ്പോ നമ്മൾ മരിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ അവിടെ ഏത് മാത്രം ഇല്ല? മനസ്സില്ല. ശരീരം മരിച്ചു പോയിട്ടില്ല, ശരീരത്തിൽ ജീവനുണ്ട്. അപ്പൊ മനസ്സ് പോയി. അതെ, ഇല്ലയോ? മനസ്സെന്ന് വെച്ചാൽ അന്ധകരണം പോയി. നമ്മൾ മനസ്സെന്ന് എന്തിനാ പറയുന്നത്? എല്ലാത്തിനോട് ചേർത്ത് നമ്മൾ മനസ്സെന്ന് പറഞ്ഞ് ശീലിച്ചു പോയി. മനസ്സ് പോയി. മനസ്സ് പോയപ്പോ ഈ ശരീരം അങ്ങനെ നിൽക്കുവോ? ഇല്ല. എന്തോ ആവും? ശരീരത്തിന് എന്തോ ആവും? ശരീരം പക്ഷെ ജീവനുണ്ടല്ലോ. ജീവനുണ്ട്, ശരീരം അങ്ങനെ നിൽക്കുവോ? ഇല്ല, ബോധം വരും. എന്റെ ബോധം ഉടനെ എന്റെ ശരീരം താഴെ വീഴത്തില്ലയോ? വീഴും ബോധം. അപ്പൊ ഈ ശരീരത്തിനെ മേപ്പോട്ട് നിർത്തിയിരുന്ന ആരാ? മനസ്സിലാണ് ശരീരം ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതുവാ ശരീരത്തിനകത്തല്ലയോ മനസ്സെന്നാ? ഒരു ഹാങ്ങറിൽ കിടക്കുന്ന ഉടുപ്പ് പോലെ.
ഈ മനസ്സിലാണ്, കാണാൻ പറ്റാത്ത ഒരു മനസ്സിലാണ് കാണാൻ പറ്റുന്ന ഒരു ശരീരം ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഓ സത്യമല്ലയോ? നമ്മളിങ്ങനെ വെളിയിൽ കൂടെ കാണുമ്പോൾ നമുക്ക് പലതും തോന്നും. ശരീരത്തിലല്ലയോ മനസ്സ്? അപ്പൊ നമ്മൾ ഈ കാണുന്നതല്ല സത്യം. നമ്മള് ശരി. കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നമ്മുടെ അനുഭവം ഇല്ലേ? അതെ. അസ്തമിക്കുന്നതും ഉദിക്കുന്നതും ഉണ്ടോ? ഇല്ല. സൂര്യൻ ഒരിടത്ത് തന്നെ നിൽക്കുക. നമ്മുടെ അനുഭവം നമ്മൾക്ക് തോന്നുക അങ്ങനെ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇത് ഈ ആത്മീയതയിൽ നിന്ന് പറയുന്നത് നമ്മൾ വെളിയിലുള്ള ഭൗതികമായിട്ട് ഇങ്ങനെ പെരിഫറലായിട്ടിരിക്കുന്നതിനെ സൂക്ഷ്മമായിട്ട് സട്ടിലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് സത്യം വെളിവാകും. ഇപ്പം എനിക്കൊരു ശരീരമുണ്ട്, എനിക്കൊരു മനസ്സുണ്ട്. മനസ്സിനെ കാണാൻ നമ്മുടെ മനസ്സിനെ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റൂ? എൻ്റെ ശരീരമാണെന്ന് പറയാം, ഇത് എൻ്റെ ശരീരമാണ്, കറുത്ത ശരീരമാണ്, വെളുത്ത ശരീരം എന്നൊക്കെ പറയാം, സുന്ദരനാണ് സുന്ദരിയാന്നൊക്കെ പറയാം. പക്ഷേ എൻ്റെ മനസ്സ് സുന്ദരമായ ഒരു മനസ്സ് കണ്ടോ, ഈ മനസ്സിനെ കണ്ടോ, നല്ല സുന്ദരമായ മനസ്സാന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റൂ? അല്ലെങ്കിൽ ഒരു അസൂയ നിറഞ്ഞ എൻ്റെ മനസ്സ് അസൂയ നിറഞ്ഞാന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റൂ? ഇല്ല. കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ആ ഒരു വിരോധാഭാസം ആലോചിച്ച് നോക്കിയേ. അവ്യക്തമായ ഒരു മനസ്സിലാണ് ഈ വ്യക്തമായ ശരീരം നിലനിൽക്കുന്നത്. എന്നുവെച്ചാല് ഈ സൂക്ഷ്മ ശരീരത്തിലാണ് സ്ഥൂല ശരീരം നിലനിൽക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിലാണ് സ്ഥൂല ശരീരം നിലനിൽക്കുന്നത്. അന്ധകരണത്തിലാണ് ഈ സ്ഥൂല ശരീരം നിലനിൽക്കുന്നത്. എന്നുവെച്ചാൽ ഈ ബോധ ചിന്തകളാണ് ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നടക്കുക, അവിടെ പോകണം, ഇവിടെ പോകണം. ഞാൻ ചിന്തിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത്. ശരീരം ചുമ്മാ അങ്ങ് ചെയ്തില്ല. ഞാൻ എടുത്ത് ഇങ്ങനെ തല ചൊറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രെയിൻ തന്നെ അവിടെ കമാൻഡ് പോകും. കൈ എടുക്കുക, തലയിൽ കൊണ്ടുപോയി തല ചൊറിയുന്നുള്ളൊരു ഇതൊക്കെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, ഇല്ലയോ? ചന്ദ്രനിലേക്ക് അറിയാമല്ലോ, ഇല്ലയോ? ഒരു കമാൻഡ് പോകുന്നില്ലേ? ബ്രെയിനിൽ നിന്ന് ഒരു കമാൻഡ് പോകുന്നുണ്ട്. ചിന്ത അവിടെ അങ്ങോട്ടൊരു കമാൻഡ് കൊടുക്കും, കൈ എടുത്താൽ. എന്നിട്ട് ഇതെല്ലാത്തിനും തീയിൽ കൈ തൊടരുത്, പൊള്ളും, തൊട്ടാൽ പെട്ടെന്ന് കൈ വലിക്കും, റിഫ്ലക്സ്. ഇതൊക്കെ നമ്മളെ ചിന്തകളുടെ ഫോമില, ചിന്തകളുടെ രീതിയില. ആ ചിന്തകളാണ് ശരീരത്തെ കൊണ്ട് ഓരോ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്. ശരീരത്തിന് ഈ മനസ്സില്ലെങ്കിലോ മനസ്സങ്ങ് പോയി, ബോധം കെട്ടുപോയി, ചിന്തകളങ്ങ് പോയി, മനസ്സ് പോയി. പിന്നെ ശരീരത്തിനോട് വല്ലതും ചോദിച്ചാൽ അത് വല്ലതും പറയുമോ? ഒന്നും അറിയത്തില്ല. അങ്ങനെ 2 അടി കൊടുത്താലോ ഒന്നും അറിയത്തില്ല. ചീത്ത വിളിച്ചാലോ അയാൾ അറിയത്തില്ല. മനസ്സ് വെള്ളം കുടഞ്ഞ്, മുഖത്ത് ഒരു വെള്ളം കുടഞ്ഞ് എന്ത് പറ്റി, അതുവരെ നടന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ അനുഭവിക്കാൻ ഒരു മനസ്സില്ല, ശരീരത്തിനൊന്നും അറിയത്തില്ല, ശരീരം ഇങ്ങനെ കിടക്കും. അപ്പം ഈ ശരീരത്തിനല്ല ഇമ്പോർട്ടൻസ്, ശരീരത്തിനെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് ആണ് മനസ്സ്. അപ്പം ഈ മനസ്സിലാണ് സൂക്ഷ്മ ശരീരത്തിലാണ് സ്ഥൂല ശരീരം ഇരിക്കുന്നത്. അപ്പോ ഇത് രണ്ടും എവിടെ ഇരിക്കുന്നു, എവിടുന്ന് വരുന്നു? അതിനെയാണ് കാരണ ശരീരം. നമ്മുടെ ചിന്തകൾ എവിടുന്ന് വരുന്നു? ഈ ചിന്തകൾ വരുന്ന എവിടുന്ന? കാരണ ശരീരത്തിൽ നിന്ന്. എന്തോ ഈ കാരണ ശരീരം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, എന്തുവാണ് ഈ കാരണ ശരീരം? ഓർക്കുന്നുണ്ടോ? എൻ്റെ വാസന, എൻ്റെ കർമ്മഫലം. അതിനെ പല പല പേരിലറിയും. അജ്ഞാനം, അവിദ്യ, വാസന, കർമ്മഫലം. ഇനിയുണ്ട് 1-2 പേര്. അഞ്ജുന് പറയാവോ? മായ. ഇതെല്ലാം അതിനെ കാരണ ശരീരം തന്നെ. എൻ്റെ വാസന, കർമ്മഫലം, ഞാൻ ജനിച്ചപ്പോൾ കൊണ്ടുവന്നതായി കർമ്മഫലം. കർമ്മഫലത്തിനെ പറയുമ്പോൾ നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് പറയാം. അത് 3 തരമുണ്ട്. സഞ്ചിതം, അടുത്തത് മൂന്ന് കർമ്മഫലമുണ്ട് നമുക്ക്. ഏതാന്ന് പറയാമോ? ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, ഓർക്കണം. ഒന്ന് ഓർത്ത് നോക്കി. പ്രാരബ്ധം, പിന്നെ ആഗാമികം.
സഞ്ചിതം, പ്രാരബ്ധം, ആഗാമികം. നമ്മൾ കഴിഞ്ഞ ജന്മം ശരീരം വിട്ടപ്പോഴത്തേക്ക് ഞാൻ ഈ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ഈ സ്ഥൂല ശരീരവും വിട്ടുപോകും. നമ്മുടെ മരണത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ സ്ഥൂല ശരീരം വിട്ട് സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും പോവും. നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാലേ ആ വ്യക്തി ആ പേര് വിളിക്കുവോ ആ ശരീരത്തിനെ? വിളിക്കുവോ? ഇല്ല. പിന്നെ അതിന് ശവം എന്നാ പറയുന്നത്. ഗോപാലമുള്ള മരിച്ചുപോയി, ഇന്നലെ രാത്രിയിലായിരുന്നു, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ബോഡി എപ്പോഴെടുക്കും? ഇപ്പൊ നമ്മൾ ബോഡി എന്നാ പറഞ്ഞത്. ശവം എപ്പോഴും, ശവസംസ്കാരം എപ്പോഴാന്നാ ചോദിക്കുന്നത്. ഗോപാലമുള്ള സംസ്കാരം എപ്പോഴാന്ന് ചോദിക്കത്തില്ല. ശവസംസ്കാരം. ഈ ഗോപാലമുള്ള എന്ന് പറഞ്ഞ ജീവാത്മാവ് എന്ന് വെച്ചാല് ആ സ്ഥൂല ശരീരം അവിടെ ഇട്ടിട്ട് ഗോപാലപിള്ളയുടെ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ആ സ്ഥൂല ശരീരം വിട്ടുപോയി. ആ സ്ഥൂല ശരീരം അവിടെ ഉണ്ട്. ആ ഗോപാലപിള്ള എന്ന വ്യക്തി ശരീരമല്ലായിരുന്നു. ആ മരിച്ചുപോയ ഗോപാലപിള്ള നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശരീരത്തിനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം പരസ്പരം കാണുന്നില്ല. കാരണം എന്താ? നമ്മളാരും ശരീരമല്ല. ഇതൊരു മായയില ഇരിക്കുന്ന നമ്മള്. പക്ഷെ നമ്മൾ കാണുന്നില്ലേ? ഇതെന്റെ അനുഭവം ഇല്ലേ? ഞാൻ തന്റെ ഒരാൾ സംസാരിക്കുന്നു, കാണുന്നു, ഞാൻ കാണുന്നു. പക്ഷെ അത് സത്യമല്ല. നമ്മൾ അജ്ഞാനത്തില, മായയില. ഈ മായ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഞാൻ ആരാണെന്നുള്ളതിനെ മറച്ചിട്ട് ഞാൻ ഈ ശരീരമാണെന്നുള്ളത് എന്നെ ചൂണ്ടിക്കും. ഞാൻ ശരീരമാണെന്ന് തെറ്റായതിനെ എനിക്കൊരു ബോധ്യം തരുക, എനിക്കൊരു അനുഭവം തരുക. ഞാൻ ആരാണെന്ന്, ഞാൻ ആക്ച്വലി ഈശ്വരന്റെ ഒരു അംശമാണ്. അത് നമ്മൾ അടുത്തതിലോട്ട് പറയാം. ഈ ഈശ്വരന്റെ അംശത്തിനെ മറച്ചിട്ട് ആവരണം ചെയ്ത് ഇതുകൊണ്ട് ശരീരമാണ് നീ എന്ന് കാണിച്ചു തരുക. ഈ പ്രതിഭാസത്തിനെ ആ മായ എന്ന് പറയുന്നത്, ഇതിനെ അജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ഈശ്വരന്റെ അംശമാണ്. ഞാൻ ആ ഈശ്വരന്റെ അംശം മറയ്ക്കുന്ന ഏതാ? എൻ്റെ വാസന, കർമ്മഫലം. ഞാൻ കൊണ്ടുവന്ന കർമ്മഫലമാണ് എന്നെ ഈ ഈശ്വരനിൽ നിന്ന് മറയ്ക്കുന്നത്. അപ്പോൾ ആ മറവ്, അജ്ഞാനം, വാസന, അവിദ്യ എന്നൊക്കെ ഇതിന് പറയാം, മായ. അപ്പൊ ഈ മായ എന്നെ ഞാൻ ഈശ്വരനാണെന്നുള്ള അതിനെ എന്നെ മറച്ചിട്ട് നീ ശരീരമാണ്. അതാ ദേഹോഹം. സഞ്ചിതകർമ്മം കഴിഞ്ഞ ജന്മം ഞാൻ ശരീരം വിട്ടു, ഞാൻ ജീവാത്മാവായിട്ട് വന്നു. പിന്നെ അടുത്ത ഒരു അച്ഛനും അമ്മയ്ക്കും ഈ ജീവാത്മാവ് വന്ന് ഒരു മകനായിട്ട് ജനിക്കുക. അപ്പൊ ഈ ഒരു കഴിഞ്ഞ ജന്മത്തിലെ ഏതോ ഒരു ശരീരം, ഒന്നീ സസ്യമായിട്ടോ മൃഗമായിട്ടോ മനുഷ്യനായിട്ടോ എന്നായിരിക്കും. ആ ശരീരം വിട്ടപ്പോഴത്തേക്ക് ഞാനെന്ന ജീവാത്മാവ് കാരണ ശരീരവും സൂക്ഷ്മ ശരീരവും ആയിട്ട് ഇങ്ങനെ ഈർപ്പത്തിൽ കൂടെ, ജലത്തിൽ കൂടാണ് ഇതിന്റെ സഞ്ചാരം. എന്നിട്ട് ഒരച്ഛനും അമ്മയ്ക്കും വന്ന് ഒരു കുഞ്ഞായിട്ട് ജനിക്കുന്നു. ഈ സഞ്ചിത കർമ്മം, ആ ശരീരം വിട്ടപ്പോഴേ ആ സഞ്ചിത കർമ്മമാണ് സഞ്ചിത കർമ്മം എന്തുവാ? ഞാൻ ചെയ്തു കൂട്ടിയ നല്ലതും ചീത്തയുമായ സത്പ്രവൃത്തിയുടെയും ദുഷ്പ്രവൃത്തിയുടെയും നെറ്റ് റിസൾട്ടാണ് കർമ്മഫലം. അതിനനുസരിച്ച് ഞാൻ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് എനിക്ക് എവിടെ ജന്മം കിട്ടണം, ഏത് സാഹചര്യത്തിൽ, ഏത് അച്ഛനും അമ്മയ്ക്ക്, പണക്കാരനായിട്ടാണോ അല്ലെങ്കിൽ പാവപ്പെട്ടവനായിട്ടാണോ, അല്ലെങ്കിൽ ഇതെല്ലാം നിശ്ചയിക്കുന്നത് എന്റെ സഞ്ചിത കർമ്മമാണ്. ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ നെറ്റ് റിസൾട്ട്, അതിനെ സഞ്ചിത കർമ്മം എന്ന് പറയുന്നു. ആ സഞ്ചിത കർമ്മമാണ് എന്നെ അടുത്ത ജന്മത്തിലോട്ട് നയിക്കുന്നത്. ആ സഞ്ചിത കർമ്മത്തിന്റെ ഒരു പാർട്ട് എന്റെ ശരീരമായിട്ട് പരിണമിക്കും. ഏതെല്ലാം ഒത്തിണങ്ങിയ ഡിഫക്റ്റീവ് അല്ലാത്ത നല്ലൊരു ഉത്തമ ബോഡിയിൽ ജനിക്കണം, അത് ഡിസൈഡ് ചെയ്യുന്നത് സഞ്ചിത കർമ്മമോ അല്ല, ദൈവമല്ല. നമ്മളെന്തുവാ പറയുന്നേ? ചില ഇത് കാണുമ്പോഴേക്കും ദൈവം കയ്യും കാലും ഇല്ലാതെ കിടന്ന് അറിയിക്കുന്ന എത്രയോ പേര് അവരുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെ ജനിച്ചത്. എന്തിനാ ഇങ്ങനെ ഈശ്വരൻ ശിക്ഷിക്കുന്ന? ഇങ്ങനെ ഒരു ജന്മം കൊടുത്ത് എന്തിനാണ് നമ്മൾ ഈശ്വരനെ പഴിക്കും? ശരിയല്ലയോ? നമ്മൾ ഈശ്വരനെ പഴിക്കാറുണ്ടല്ലോ. അയ്യോ, ഈശ്വരൻ എന്തിനാ ഇങ്ങനെ ഒരു ജന്മം കൊടുത്തേക്കുന്നത്? അവരുടെ കർമ്മഫലമാണ്. ആ കർമ്മഫലം ഓരോരുത്തരുടെ കൈയും കാലും ഒക്കെ വെട്ടി ഓരോ ജന്മത്തിൽ എന്തെല്ലാം വേണ്ടാതീനം എല്ലാം കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൈയും കാലും ഇല്ലാതെ ജനിക്കണം.
ഒരാൾ കയ്യും കാലും ഇല്ലാതായ എങ്ങനെയാ വേറൊരാൾക്ക് ഞാനൊരു അനുഭവം കൊടുത്തേ അതേ അനുഭവം എനിക്ക് വരണം. ഞാൻ ഒരു കഴിഞ്ഞ ജന്മം ഒരു റൗഡിയായിട്ടിരുന്ന് ഒരാളുടെ കയ്യും കാലും വെട്ടി, അപ്പം അയാൾക്ക് ആ ജീവിതം എങ്ങനെ നരകതുല്യമാക്കിയോ ആ എഫക്റ്റ് എനിക്ക് തിരിച്ചു വരും. ഞാൻ കയ്യും കാലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആ അനുഭവം കിട്ടുമോ? ഇപ്പൊ ഞാൻ കയ്യും കാലും ഇല്ലാത്ത ഒരു മാംസപിണ്ഡമായിട്ട് ജനിക്കും. അതിന് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം ഈ കർമ്മഫലമാണ് ഒരു പാർട്ട് എൻ്റെ ശരീരമായിട്ട് മാറുന്നത്. ബാക്കി എൻ്റെ പ്രാരബ്ധം എന്ന് പറയും. ഈ ജന്മം ജനിച്ചു മുതലേ മരണം വരെ ഞാൻ എന്തെല്ലാം അനുഭവങ്ങൾ നല്ലതും ചീത്തയുമായിട്ടുള്ള എന്തെല്ലാം അനുഭവങ്ങൾ അനുഭവിക്കണം, അതിനെ പ്രാരബ്ധം എന്ന് പറയുന്നു. ഈ ജന്മം ഞാൻ ഈ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ എന്തുവാ? കഴിഞ്ഞ ജന്മത്തിന്റെ ഫലമാണ്. നല്ലതും ചീത്തയും വരും. നല്ലത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് എനിക്കിപ്പോൾ കിട്ടും, ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ചീത്ത അനുഭവം കിട്ടും. എനിക്ക് ചിലതിനോട് കഴിഞ്ഞ ജന്മം ഇഷ്ടമുണ്ടായിരുന്നു, ചിലതിനോട് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് അത് ജന്മവാസനയായിട്ട് വരും. ഒരച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന മക്കള് എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള അല്ല അച്ഛൻ്റെ അമ്മയുടെയും ഗുണങ്ങളായിരിക്കത്തില്ല. ഓരോരുത്തരും കൊണ്ടുവരുന്ന വാസനയാ, ജന്മവാസനയെ നമ്മൾ പറയത്തില്ലയോ? അച്ഛനും അമ്മയ്ക്കും പാടാനേ അറിയത്തില്ല. ഒരു കുഞ്ഞ് അവരുടെ മക്കളെ ഒരു മകനോ മകളോ നല്ല സംഗീതവാസന കാണും, അല്ലെങ്കിൽ മാത്സിൽ നമുക്കറിയാമല്ലോ ഓരോരുത്തരുടെ ജന്മവാസന. ഈ ശൂന്യത്തിൽ നിന്നും ദാറ്റ് ഈസ് ശൂന്യതയിൽ നിന്നും ഒന്നും ഉണ്ടാവുന്നില്ല. അത് സയൻസിന്റെ ഒരു പ്രിൻസിപ്പിളാ. ഉള്ളതിൽ നിന്നേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഈ സംസ്കാരം, ഈ വാസന നേരത്തെ ഉള്ളതായിരുന്നു. ഇഷ്ടാനിഷ്ടങ്ങള് ഇപ്പൊ വാസന രണ്ട് രീതിയിൽ വരും. ഈ പ്രാരബ്ധം എനിക്ക് എങ്ങനെ അനുഭവപ്പെടും? രണ്ട് രീതിയിൽ. ഒന്ന് എന്നിൽ കൂടി എൻ്റെ ഇഷ്ട അനിഷ്ടങ്ങളായിട്ട്. ചിലതിനോട് എനിക്കിഷ്ടം, ചിലതിനോട് എനിക്കിഷ്ടമല്ല. എന്നിൽ കൂടി ഇഷ്ടാനിഷ്ടങ്ങളായിട്ട്. എനിക്ക് വെളിയിൽ കൂടെയും വരും അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ. നമ്മൾ വിചാരിക്കുന്നില്ലയോ, നമ്മളൊന്നും ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകും. നമുക്ക് ആ സാഹചര്യങ്ങളെ പുറത്ത് ഫ്രീഡം ഇല്ല. ആ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതെന്റെ കർമ്മഫലവാ, പ്രാരബ്ധമാണ്. പ്രാരബ്ധം രണ്ട് രീതിയിൽ വരും. ഒന്ന് എന്നിൽ കൂടിയും വരും, വെളിയിൽ കൂടെയും വരും. ഇത് പ്രാരബ്ധം. ഞാൻ ഈ ജന്മം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യും, അതിന്റെ ഫലം ഉണ്ടാവും. അത് ഞാൻ ഭാവിയിൽ അനുഭവിക്കേണ്ട. അങ്ങനെ ഉണ്ടാവുന്ന കർമ്മഫലത്തിനെ ആഗാമികം എന്ന് പറയുന്നു. അപ്പൊ സഞ്ചിതത്തിന്റെ ഒരു പാർട്ട് ശരീരമായി, ബാക്കി പ്രാരബ്ധമായി. പ്രാരബ്ധം ചെയ്തുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുതിയ പുതിയ കർമ്മങ്ങൾ വീണ്ടും ചെയ്യുക. അതിന്റെ ഫലവും നല്ലതും ചീത്തയും ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഫലവും ആ ഒരു വിത്ത് കുഴിച്ചിട്ടാൽ ആ വിത്ത് മുളച്ച് ചെടിയായ അതിന്റെ ഫലം ഉടനെ കിട്ടുമോ? ഓരോ വിത്തിനും അതിന്റെ ഫലം വരാൻ ഓരോ നിശ്ചിത ടൈമുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾക്കെല്ലാം ഓരോ സമയത്ത് കാലമാണ് അതിന്റെ ഫലം കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളെ ഒരു ഹെൽപ്പ് ചെയ്തു, ഉടനെ വിളിക്കുമോ ഇപ്പൊ അവന് ശത്രുവാകും. നമ്മൾ ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത് നമുക്കറിയാം നമ്മളെന്തുവാ അവിടുന്ന് പ്രതീക്ഷിക്കുക. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തെങ്കിൽ എന്നോട് നന്ദിയുള്ളവനായിരിക്കണം, എന്നെ കണ്ടാൽ ചിരിക്കണം, എന്നോട് വിധേയത്വം ഉണ്ടായിരിക്കണം, കാരണം ഞാൻ അവനെ ശരിക്കും ഹെൽപ്പ് ചെയ്തു. നമ്മൾ എവിടെ കർമ്മം ചെയ്തോ അവിടുന്ന് ഫലം പ്രതീക്ഷിക്കുക. പക്ഷെ ഈ കർമ്മഫലം ഒരു കർമ്മവും വേസ്റ്റായിട്ട് പോകുന്നത്. എല്ലാത്തിനും ഫലമുണ്ട്, പക്ഷേ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് ആ ഫലം കിട്ടുന്നേ. ഈ കർമ്മഫലം നമ്മള് ഭാവിയിൽ അനുഭവിക്കും. അപ്പൊ ഈ ജന്മം പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്തു കൂട്ടുന്ന പുതിയ പുതിയ കർമ്മങ്ങളിൽ കൂടെ പുതിയ പുതിയ കർമ്മഫലം ഉണ്ടാവുന്നു. അത് ആഗാമികം. അത് ഇതിൽ ഈ കർമ്മഫലം എല്ലാം തീരുമ്പോൾ, ഈ പ്രാരബ്ധം തീരുമ്പോൾ അടുത്ത് തുടങ്ങും. അപ്പൊ അതിനെ ആഗാമികം. ഇപ്പൊ സഞ്ചിതം, പ്രാരബ്ധം, ആഗാമികം. ഇതാണ് കർമ്മഫലത്തിന്റെ ഒരു പോക്ക്. ഇനി ഒരു 5 മിനിറ്റോടെ ഉള്ളൂ. അപ്പൊ നമ്മളെ ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ മനസ്സ് നിൽക്കാത്ത? എന്തുകൊണ്ടാ? ഇനിയും കുറച്ച് ഇത് ഉടനെ തീരത്തില്ല. ഞാൻ ചുമ്മാ തുടങ്ങി. നമ്മളിങ്ങനെ ഗീത ഓരോ ശ്ലോകം എടുത്ത് വായിച്ചതിന്റെ അർത്ഥം വായിച്ചിട്ട് എന്തോ കാര്യം? നമ്മളത് ഇങ്ങനെ എപ്പോഴെപ്പോഴും ഓർത്തോണ്ടിരിക്കണം അല്ലേ? ഇത് നിരന്തരം ചിന്തിക്കാതെ എനിക്ക് മനസ്സിൽ ഉറക്കത്തില്ല. മറന്നുപോവും.
നമുക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കണ്ട എത്ര കൊല്ലം കഴിഞ്ഞാലും അതിന്റെ കഥ ഓർത്തിരിക്കും, ഇല്ലയോ? പക്ഷെ നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ നമ്മൾ ഇഷ്ടം കൊണ്ടാന്നോ? എല്ലാ കുറെ പേര് നിർബന്ധിക്കുന്നു, കേട്ടേക്കാം, നോക്കാം. നമുക്ക് ആ ക്യൂരിയോസിറ്റി ഇല്ല, ജിജ്ഞാസയില്ല. അതേസമയം സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമെങ്കിലോ, അടുത്തത് എന്ത് സംഭവിക്കും, ശാലിനിക്ക് അടുത്തത് എന്ത് പറ്റും, നമുക്ക് ക്യൂരിയോസിറ്റിയാ, അടുത്ത എപ്പിസോഡ് കാണണം, ഇല്ലയോ? സീരിയലിലോട്ട് നമുക്ക് ആകാംക്ഷ, അടുത്തെന്ത് സംഭവിക്കും, അടുത്തെന്ത് സംഭവിക്കും. ഇത് നമുക്ക് ഇതിലോട്ട് ആ ഒരു താല്പര്യമില്ല. ശ്രദ്ധ വേണം, ഇതൊക്കെ ഇതിനകത്ത് വരും. ശ്രദ്ധ, ജിജ്ഞാസുക്കളാ. നമുക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ ജിജ്ഞാസ വേണം. ഞാനിപ്പോ അനുഭവിക്കുന്നതിൻ്റെയൊക്കെ കാരണങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ സ്വഭാവമേ മാറും. മനസ്സതിൽ ഉറയ്ക്കണം, നിരന്തര ചിന്തനം വേണം. അല്ലാതെ രാവിലെ കുളിച്ചിട്ട് വിളക്കെത്തിക്കുന്നൊരു ഇപ്പം ദൈവമേ ഇതൊക്കെ എന്ത് പുറത്ത് വൈകുന്നേരം വിളക്കെത്തിക്കുന്നു, ഇങ്ങനെ രാവിലെയും വൈകുന്നേരം ഓർക്കേണ്ട ഒരു കാര്യമല്ല ഇത്. നമ്മളൊക്കെ എല്ലാവർക്കും ഒരു കഴിവുണ്ട്. നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും, ആലോചന ഇങ്ങനെ വേറെ പലതും നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യും, നമ്മൾ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് ഈ ആഗാമികം ഒന്നുകൂടെ പറഞ്ഞേക്കാം. നമ്മൾ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കർമ്മങ്ങൾ വേറെയും പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. ആ കർമ്മത്തിനും ഫലമില്ലേ, കർമ്മഫലം ഉണ്ടാവുമല്ലോ. നമ്മൾ ജനിച്ചു കഴിഞ്ഞുള്ള അല്ലല്ല, നമ്മൾ ഈ ജനിച്ചു കഴിഞ്ഞ് പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രാരബ്ധം അനുഭവിക്കുകയും ചെയ്യും, നമ്മൾ പുതിയ പുതിയ കർമ്മങ്ങൾ കൂടെ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അതിന്റെ ഫലം ഇപ്പോഴല്ലല്ലോ, അത് ഇനി ഭാവിയിൽ വരും. അതാണ് അതിനെ ആഗാമിക എന്ന് പറയുന്നു. ഈ കർമ്മഫലം ഞാൻ ജന്മത്തിലോട്ട് വരുന്നതിന് മുമ്പ് അതിനെ സഞ്ചിതം എന്ന് പറയുന്നു. ജന്മത്തിലോട്ടായാൽ എന്റെ ശരീരമായിട്ട് കുറച്ച് മാറി, പിന്നെ ബാക്കിയുള്ളത് പ്രാരബ്ധമായി. ഈ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർമ്മങ്ങൾ ചെയ്ത് പുതിയ കർമ്മഫലങ്ങൾ ഉണ്ടാക്കുന്നു, അതിനെ ആഗാമിക എന്ന് പറയുന്നു. അപ്പൊ കർമ്മഫലത്തിന് 3 തരത്തിലുള്ള കർമ്മഫലമുണ്ട്: സഞ്ചിതം, പ്രാരബ്ധം, ആഗാമികം. നമുക്ക് ഇനി 2-3 മിനിറ്റേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിലൂടെ ഒന്നും പറയാം. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഗീത വായിച്ചു പോയിട്ട് കാര്യമില്ല. ഗീത നമ്മൾ സത്യം പറയാം, നമുക്ക് ഈ സ്വാമിജിയും ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ കൂടെ മനസ്സിലാക്കിയതിനെ മനസ്സിൽ ഉറപ്പിക്കുക. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായതും കൂടെ മനസ്സിലാകാതെ പോകും. മനസ്സിലായോ എന്ന് പറയത്തില്ല. നമ്മൾ കേൾക്കാൻ ക്യൂരിയോസിറ്റി വേണം, ജിജ്ഞാസ വേണം, ശ്രദ്ധ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് വിട്ടുപോകത്തില്ല. ഇത് കാണാൻ പഠിക്കേണ്ട ഒരു സംഗതിയല്ല. നമ്മൾ ഈ ഞാനെന്ന് പറയുന്നത് ഈ കാണുന്ന ശരീരവും മനസ്സും അല്ല, നമ്മൾ ചൈതന്യമാണെന്നുള്ളതാണ് അവസാനം പറയുന്നത്. ഈ കാരണ ശരീരവും സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും അത് ജഡമായിട്ടിരിക്കുകയാണ്. ഇത് ചൈതന്യവത്താവുന്ന, ഇപ്പൊ പ്രവർത്തനവത്താവുന്ന എപ്പോഴാ? ഈ ഈശ്വര ചൈതന്യം ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാ. ആ ഈശ്വര ചൈതന്യം നമ്മുടെ വാസനയിൽ പ്രതിഫലിക്കുമ്പോഴാണ് ഈ വാസനയുടെ അനുഭവങ്ങളൊക്കെ അന്ധകരണത്തിൽ കൂടെയും ശരീരത്തിൽ കൂടെയും കർമ്മങ്ങളായിട്ട് പ്രകടമാവുന്നത്. അപ്പോ ഞാൻ ഈ ഈശ്വരന്റെ ഒരു അംശമാ. പക്ഷേ ഈ ഈശ്വരന്റെ അംശം വാസനയിൽ കുരുങ്ങിപ്പോയി, അഴുക്കിൽ കുരുങ്ങിപ്പോയി. അപ്പോൾ അത് ജീവാത്മാവായി. ഈ വാസനകളെല്ലാം നമ്മൾ മാറ്റിയാലോ, നമ്മളെല്ലാവരും ഈശ്വരന്മാരാ, ഈശ്വരന്റെ അംശമാണ്. അതിനെ മറച്ചിരിക്കുക. ഏതാ മറച്ചിരിക്കുന്നത്? അഴുക്കെന്ന് പറഞ്ഞാൽ എന്തുവാ? എന്റെ വാസനകൾ. ഈ വാസനകളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരെയും വാസനകളെ, എനിക്ക് നല്ല ഗുണമാണ്, നല്ല ഈ ഗുണങ്ങൾ, നമ്മൾ നല്ലതും ചീത്ത ഇതെല്ലാം അഴുക്കാം. ഞാൻ ഇതിനെ മനസ്സിനെ ബാലൻസ്, സമചിത്തമായിട്ട് കൊണ്ടുവരണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനിയിപ്പോ തീരെ കട്ടാവും തോന്നുന്നു. പക്ഷെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കിത് എല്ലാവരും നമുക്ക് അങ്ങനെ വിചാരിക്കരുത്. ഇതൊരു എനിക്ക് കേട്ട് മനസ്സിൽ ഉറയ്ക്കണം, പറഞ്ഞു ഉറയ്ക്കണം, ചിന്തിക്കണം. ചുമ്മാതിരിക്കുമ്പോഴും ചിന്തിക്കണം. നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം.